ഹലോ. സ്റ്റോറി ടൈം. ഈ പെൺകുട്ടികൾ മാത്രമുള്ള വീട്ടിൽ ഒരാൾ കുറച്ച് സ്ട്രോങ് ആയിരിക്കും. വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആരോടെങ്കിലും തല്ലുണ്ടാക്കണമെങ്കിലോ ആദ്യം ചാടി പുറപ്പെടുന്ന ഒരാൾ എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ അനിയത്തി അത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എവിടെ തല്ലുണ്ടാക്കണമെങ്കിലും അവൾ റെഡിയായിരിക്കും. പണ്ട് ഞാൻ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ അവിടെ ഒരു ഷോപ്പിൽ നിന്ന് ഒരു ബാഗ് വാങ്ങി, കോതമംഗലത്ത്. അത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ബാഗായിരുന്നു. യൂഷ്വലി ഈ ബാഗിനും ചെരുപ്പിനൊന്നും വേണ്ടി ഞാൻ അധികം ക്യാഷ് സ്പെൻഡ് ചെയ്യാറില്ല. പക്ഷേ എന്തോ ഈ ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയതാട്ടോ. നെക്സ്റ്റ് ഡേ തന്നെ അതും കൊണ്ട് ഞാൻ ഓഫീസിൽ പോയി. അന്ന് ബസ്സിലാണ് പോയത്. കുറച്ച് തിരക്കുണ്ടായിരുന്നു ബസ്സിൽ. അപ്പോൾ ഇടയ്ക്കിട്ട് വലിച്ചു എന്തോ ഒറ്റ ദിവസം കൊണ്ട് ആ ബാഗിൻ്റെ സ്ട്രാപ്പ് പോയി. അത് കഴിഞ്ഞ് അനിയത്തി വീട്ടിൽ വന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, പുതിയ ബാഗ് വാങ്ങിയതാ, ഒരു ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ സ്ട്രാപ്പ് പോയി. എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ അത് കേട്ടപ്പോൾ അവൾ ചാടി പറഞ്ഞു, ഓ ഇത്രയും വില കൊടുത്ത് വാങ്ങിയ സാധനം ഒറ്റ ദിവസം കൊണ്ട് പോയോ? അതൊട്ടും ക്വാളിറ്റി ഇല്ലാഞ്ഞിട്ടാ. നമുക്കിപ്പോൾ തന്നെ ഇപ്പോഴല്ല, നമുക്ക് കടയിൽ പോയി ചോദിക്കാം, എന്താണെങ്കിലും അവരോട് പൈസ തിരിച്ചു തരാൻ പറയാം. അങ്ങനെ പോരാളിയായ അവളും തേരാളിയായ ഞാനും നെക്സ്റ്റ് ഡേ തന്നെ ആ കടയിൽ ചെന്നു. അവിടെ ചെന്ന് ആ ബാഗ് കണ്ടപ്പോൾ തന്നെ അവർ പറഞ്ഞു, ഇത് കണ്ടാൽ അറിയാം, ബസ്സിലെന്തോ ഇട്ട് വലിച്ചതാ. ഇതുപോലത്തെ ബാഗ് കുറച്ച് കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകുന്നു. അപ്പോൾ അവൾ എന്നെ നോക്കി. ഞാനാണെങ്കിൽ ഞാൻ എൻ്റെ ജന്മത്ത് ബസ്സിൽ കയറാത്ത രീതിയിൽ ബസ്സിലൊന്നും കയറിയതല്ല എന്നുള്ള പറഞ്ഞ് അവിടെ നിന്നു. അപ്പോൾ അവൾ അവരോട് ഭയങ്കരമായിട്ട് പറഞ്ഞു, ഇത് ബസ്സിലൊന്നും പോയതല്ല ചേച്ചി, എന്നും ക്യാബിലാണ് പോകണത്, ഒരിക്കലും ബസ്സിൽ കയറി ഓഫീസിൽ പോകാറില്ല, ഈ ബാഗ് ഇട്ടുകൊണ്ട് പ്രത്യേകിച്ച് ബസ്സിൽ കയറിയിട്ടില്ല, നിങ്ങൾ എന്താണെങ്കിലും ഇത് മാറ്റി പുതിയ ബാഗ് തരണം, അല്ലെങ്കിൽ ക്യാഷ് തിരിച്ചു തന്നു എന്നൊക്കെ കുറേ പറഞ്ഞു. അവളാണ് ഇപ്പോൾ കോളേജിലെ ടീച്ചറാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതോടെ ഉണ്ട്. അങ്ങനെ കടക്കാരെ പേടിപ്പിച്ച് ലാസ്റ്റ് അവർ പറഞ്ഞു, ഓക്കെ മാറിത്തരാൻ പറ്റില്ല, വേണമെങ്കിൽ ഞങ്ങളിത് റിപ്പയർ ചെയ്ത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ എഗ്രി ചെയ്തു. അങ്ങനെ അവർ പറഞ്ഞു, ഓക്കെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ബാഗ് താട്ടെ, നെക്സ്റ്റ് ഇത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ബാഗ് തുറന്നതും ഇതായിരിക്കുന്നു ബസ് ടിക്കറ്റ്. കടക്കാരൻ അനിയത്തിൻ്റെ ഒരു നോട്ടം നോക്കി. അനിയത്തി അതിലും വലിയൊരു നോട്ടം എന്നെ നോക്കി. അങ്ങനെ വലിയ ഡയലോഗൊക്കെ അടിച്ച് ഷൈൻ ചെയ്ത് നിന്ന അനിയത്തി ഒറ്റ നിമിഷം കൊണ്ട് ആ കടക്കാരൻ്റെ മുന്നിൽ ചമ്മി നാണം കെട്ടി നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൾ എന്നെ നോക്കിയാൽ നോട്ടെ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അവൾ എന്നോട് പറഞ്ഞു, ഇനി നിൻ്റെ ഒരു കാര്യത്തിൽ മേലെ ഞാൻ ഇടപെടാൻ വരില്ല എന്ന്. പിന്നെ ഞാനിതൊരു കുഴിമന്തിയൊക്കെ വാങ്ങിക്കൊടുത്ത് സെറ്റാക്കി. പക്ഷേ ഈ പെൺപിള്ളേർ മാത്രമല്ല, എല്ലാ വീട്ടിലും കാണും ഇതുപോലെ ഒരാൾ. എന്ത് പ്രശ്നം ആർക്കുണ്ടായാലും ചാടി പുറപ്പെടും, മുന്നും പിന്നും നോക്കാതെ. നിങ്ങളുടെ വീട്ടിലുണ്ടാവില്ലേ ഇതുപോലെ? അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.